ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ കുക്കിംഗ് ബ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇടിയപ്പമാണ്. അതിന് വേണ്ടത് റൈസ് ഫ്ലവർ, സോൾട്ട്, ജീരകപ്പൊടി, തേങ്ങാപ്പൊടി, പിന്നെ ചൂടുവെള്ളം. ഈ ചൂടുവെള്ളം നമുക്ക് കെറ്റിലിൽ ബോയിൽ ചെയ്താണ് ഞാൻ എടുക്കുന്നത്. 3 തവി അരിപ്പൊടി ഇതുപോലെ അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുകയാണ്, അതിനകത്തെ കട്ടകളെല്ലാം പോയി കിട്ടാൻ വേണ്ടി. ഇത് നല്ലതായിട്ട് അരിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാൻ എപ്പോഴും ഇതുപോലെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നല്ല ഫൈൻ ഫ്ലവറാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. അരിച്ചെടുത്ത അരിപ്പൊടിയിലോട്ട് 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് ഇളക്കിയെടുത്ത് അരിപ്പൊടിക്കകത്തോട്ട് കെറ്റിൽ നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കുക. തിളച്ച ചൂടുവെള്ളം ഇല്ലെങ്കിൽ ഇടിയപ്പം ഷോവിന് കുഴയത്തില്ല. അതുകൊണ്ട് തിളച്ച ചൂടുവെള്ളം തന്നെ വേണം. ഇത് നല്ലതായിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുക. എല്ലാ പൊടിയും കുഴഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ നല്ലതായിട്ട് വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഈ കുഴയ്ക്കുമ്പം ഈ പൊടിക്കകത്തുനിന്ന് ആവി പൊങ്ങുന്നു. അതുപോലെ നല്ല തിളച്ച വെള്ളം വേണം. അല്ലാതെ ലൂക്ക് വാം വാട്ടർ എടുത്താൽ അല്ലെങ്കിൽ വാം വാട്ടർ എടുത്താലും ഇത് ഇടിയപ്പം എൻ്റെ ആ മിക്സ് ചോന് കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ട് നല്ല ഹോട്ട് വാട്ടറിൽ, ബോയിലിംഗ് വാട്ടറിൽ തന്നെ കുഴയ്ക്കണം. ഇതുപോലെ നല്ല ആവി പറക്കണം, എന്നാലേ അതിൻ്റെ ആ മിക്സ് കറക്റ്റ് ആകത്തുള്ളൂ. നല്ല ഒരു സ്പൂൺ വെച്ച് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. അഥവാ ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലിറ്റിൽ ബൈ ലിറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കല്ല, ആ പൊടി വല്ലാതെ കുഴഞ്ഞു പോകും. വല്ലാതെ കുഴഞ്ഞു പോയാൽ നമുക്ക് അത് ഉപയോഗത്തിന് കൊള്ളത്തില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ കുഴച്ചെടുക്കുക. ഇവിടെ ഞാൻ എടുക്കുന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടുകളാണ്. അതിനകത്ത് ഓരോ കണ്ണത്തിലും ഓയിൽ നല്ലതായിട്ട് പുരട്ടി കൊടുക്കുക. അതാകുമ്പം ഇടിയപ്പം വേഗം ഇളകി വരാൻ എളുപ്പമാണ്. പിന്നെ ഇടിയപ്പത്തിൻ്റെ പ്രസ്സിൽ ഏറ്റവും ചെറിയ കിഴുത്തയുള്ള ചില്ലിട്ടിട്ട് ഉണ്ടാക്കി വെച്ച ഇടിയപ്പം മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇടിയപ്പ പ്രസ്സിൻ്റെ ഏറ്റവും ടോപ്പ് വരെ നിറയ്ക്കാതിരിക്കുക. അതിൻ്റെ ഒരു മിഡിൽ ഭാഗം വരെ നിറയ്ക്കുക. എന്നാലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈസി ആയിട്ട് അത് നമുക്ക് പ്രസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഈ ഇടിയപ്പപ്പൊടി നല്ലതായിട്ട് ബോയിലിംഗ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടിയപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇറങ്ങി വരും. മിക്സിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അഥവാ അത്രയ്ക്ക് നല്ല ചൂടുവെള്ളം അല്ലാഞ്ഞെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇത് ബ്രേക്ക് ആയിപ്പോവും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടിയപ്പം വരത്തില്ല. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഇടിയപ്പം കൂടെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. ഇടിയപ്പം പ്രസ്സിൻ്റെ അകത്തും ഇച്ചിരി വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ്. അപ്പം ഈ ഇടിയപ്പമാവ് ഇതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ഇടിയപ്പപ്പൊടിയും നല്ലതായിട്ട് മിക്സും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സോഫ്റ്റ് ഇടിയപ്പം ഇറങ്ങി വരുന്നത് കാണാം. ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ നല്ല മിക്സിങ് ആണെങ്കിൽ ഇത് ഇടിയപ്പം ബ്രേക്ക് ആകത്തില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ട്രയലൊന്നും കറക്റ്റായി ഇതുപോലെ കിട്ടണമെന്നില്ല. ബട്ട് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. ഉണ്ടാക്കിയ ഇടിയപ്പം നമ്മൾ സ്റ്റീമിങ്ങിന് വേണ്ടി ഇഡ്ഡലി പാത്രത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രഷ് കോക്കനട്ട് അല്ല ആഡ് ചെയ്യുന്നത്, കോക്കനട്ട് പൗഡറാണ്. UK-യിൽ ഫ്രഷ് കോക്കനട്ട് കിട്ടാൻ പ്രയാസമാണ്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് 10 to 15 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്യാം. സോഫ്റ്റ് പൗഡർ ആയതുകൊണ്ട് വേഗം തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടിയപ്പം എല്ലാം സ്റ്റീംഡായി കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല കാണാൻ രസമുള്ള
ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേരളത്തിലുള്ളവർക്ക് ഫ്രഷ് കോക്കനട്ട് ആഡ് ചെയ്ത ഇതുപോലുള്ള നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം. ഇവിടെ സ്കോട്ട്ലൻഡ് UK കോക്കനട്ട് പൗഡറേ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ടേസ്റ്റിൽ ഇച്ചിരി ഡിഫറൻസ് കാണും. ഈ ചാനലിൽ സ്കോട്ട്ലൻഡ് പിന്നെ UK നിന്നുള്ള നല്ല വീഡിയോസ് ഉണ്ട്, അതെല്ലാം കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3 തവി പൊടി എടുത്തതിൽ നിന്നും നമുക്ക് ഏതാണ്ട് 16ഓളം ഇടിയപ്പം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സെർവ് ചെയ്യുന്ന ഒരു പൊട്ടറ്റോ കറി വെച്ചാണ് ഇടിയപ്പം സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ്ഫുള്ളായിരുന്നു. വീണ്ടും ഇതുപോലുള്ള നല്ല കുക്കിംഗ് ബ്ലോഗിനും സ്കോട്ട്ലൻഡിൽ നിന്നുള്ള നല്ല ട്രാവൽ ബ്ലോഗിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ. താങ്ക് യു.